ഹായ് ഓൾ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണേ. ഒരു വർക്കിംഗ് വുമൺ എന്നുള്ള രീതിയിൽ സാധാരണ എൻ്റെ രാവിലെകളൊക്കെ ഭയങ്കര തിരക്കേറിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റാറൊന്നുമില്ല. ഈ സൂര്യപ്രകാശവും ചെടികളുടെ ഭംഗിയും അത് രാവിലെ ഇത്തിരി അധികം തന്നെയാണല്ലേ. എന്തായാലും അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് മെല്ലെ അടുക്കളയിലേക്ക് നീങ്ങാം. എന്നത്തെയും പോലെയല്ല, ഞായറാഴ്ച വളരെ സാവധാനമാണ് അടുക്കളയിൽ കയറാറുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കിനും മോളൊക്കെ ട്യൂഷനൊക്കെ പോകാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചോറൊക്കെ പാത്രത്തിലാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഞായറാഴ്ച ഈ സമയമാകുമ്പോഴാണ് അടുക്കളയിൽ കയറുകയെന്ന് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും ഒരു ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ച്. ഞാൻ അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കാനൊന്നുമില്ല കേട്ടോ. എനിക്ക് ചായ വളരെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ കുടിക്കുന്നത് നിർത്തിയതാണ്. ഇന്നെന്തായാലും ചായ കുടിക്കാനൊരാഗ്രഹം. അപ്പോൾ ഇന്ന് ചായയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അവിടെ നൂൽപുട്ട് എന്നാണോ ഇടിയപ്പം എന്നാണോ പറയാം? ഞങ്ങളിവിടെയൊക്കെ നൂൽപുട്ട് എന്നാണ് പറയുക. എൻ്റെ മക്കൾക്ക് വളരെ ഇഷ്ടമാണ് നൂൽപുട്ട് മുട്ടക്കറി, ആ ഒരു കോമ്പിനേഷൻ. മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ടേ ഞാൻ എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഞാനൊരു ടീച്ചറാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. വീഡിയോസ് എടുക്കുന്നതും ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഓരോരോ തിരക്കുകൾ കൊണ്ട് ഇതുവരെ ആഗ്രഹം സാധിച്ചില്ല. ചെറിയ കുട്ടികൾ, വീട്, ജോലി, അറിയാലോ, സമയം ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ എല്ലാം കഴിയുമ്പോൾ സമയം ഉണ്ടെങ്കിലും വല്ലാതെ ടയേർഡായി പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അതിൽ നിന്ന് എന്തായാലും ഒരു മാറ്റം വേണമെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഒരു സ്ലോ ലിവിങ് എന്ന രീതി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ അതായിരുന്നു കേട്ടോ. ഈ സ്ലോ ലിവിങ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തരാം. എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു ഗെയിം ചേഞ്ചറായിരുന്നു ഈ സ്ലോ ലിവിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒന്നുകൂടെ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടി നടന്ന് നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു മാറ്റം. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വായന, കുക്കിംഗ് ആസ്വദിച്ച് ചെയ്യൽ. കുക്കിംഗ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആസ്വദിച്ച് കുക്കിംഗ് ചെയ്തിരുന്ന സമയം ഉണ്ടായിരുന്നു. അതുപോലെ ഇഷ്ടംപോലെ വായിച്ചിരുന്നൊരു ടൈമുണ്ടായിരുന്നു. അതിന്നൊക്കെ മാറി ജീവിതം വല്ലാതെ സ്ട്രെസ്സായിട്ടുള്ളൊരു ടൈമിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ലോ ലിവിങ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയവിടെ നിന്നിട്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാറായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഷോർട്ട് വീഡിയോസാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല അഭിപ്രായമാണ് എനിക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുന്നതെന്ന്. നമ്മൾ ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ, കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ സമയമൊക്കെ നമുക്ക് കിട്ടുന്നേ. അങ്ങനെ സംസാരിച്ചതാ എൻ്റെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഞാനിതൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡൊന്നും കഴിക്കാൻ പറ്റാറില്ല. ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് ഓക്കെയാണ്. നമ്മളെന്തും ശീലിക്കുന്നിടത്താണല്ലോ. എന്നാലും വല്ലാതെ കൊതി വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഞായറാഴ്ചകളിലൊക്കെ നോർമൽ ഫുഡ് തന്നെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഡയറ്റ് എന്താണ്, എന്തൊക്കെയാണ് ഇപ്പോൾ കഴിക്കാറുള്ളതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും പറയുന്നുണ്ട്. പാചകം ചെയ്യുമ്പോൾ അതതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. കുക്കിംഗ് നല്ലോണം ആസ്വദിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. എന്തോ കുക്ക് ചെയ്യുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ടെന്ന് കഴിക്കുന്നവരൊക്കെ അഭിപ്രായം പറയാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാനുണ്ട്. ഞായറാഴ്ച അല്ലേ, മക്കളുടെ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അവരുടെ ടോയ്സൊക്കെ എല്ലായിടത്തും വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. അതുപോലെ വായിക്കാൻ ഇഷ്ടമാണ് എന്നെപ്പോലെ തന്നെ മക്കൾക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുസ്തകങ്ങൾ അവരുടെ കയ്യെത്തും ദൂരെ തന്നെ വെക്കാറുണ്ട്. ഇനി എൻ്റെ റൂമൊന്ന് റീസെറ്റ് ചെയ്യാനുണ്ട്. പില്ലോ കവേഴ്സും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയതൊന്നും വിരിക്കാൻ വിചാരിച്ചു. ഇത് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ മാറി മാറി വിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ ഒന്നുകൂടെ ഡീപ്പായിട്ട് ചെയ്യുന്നു മാത്രം. എൻ്റെ ബെഡ്ഷീറ്റുകൾ അധികം ഈ ഒരു ക്രീം കളറോ സോഫ്റ്റ് ബേജോ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ആയിരിക്കും.
എന്തോ ആ കളേഴ്സ് ഇടുമ്പോൾ എനിക്ക് എൻ്റെ ബെഡും റൂമൊക്കെ ഒന്നുകൂടെ ഇഷ്ടം തോന്നും. പിന്നെ ഈ ഒരു സൈഡ് ടേബിളിൽ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. പക്ഷേ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒക്കെ മിസ് ചെയ്യാവാറുണ്ട്. പിന്നെ എൻ്റെ റൂമിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് എൻ്റെ ഈ ഒരു വർക്ക് ഡെസ്ക്. ഞാൻ പല ഷോർട്ട് വീഡിയോസിൽ അത് പറയാറുണ്ട്. ഇവിടെ കാര്യമായിട്ട് ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ മുകളിലെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെക്കുന്ന സ്ഥലമാണ്. പിന്നെ സ്കൂളിൽ അല്ലറ ചില്ലറ വർക്കുകളൊക്കെ ചെയ്യും. ഇതൊക്കെ ഒന്ന് നീറ്റ്ലി ഓർഗനൈസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും വായിക്കാനോ എഴുതാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക എനർജി കിട്ടും. ശരിയല്ലേ? ഇനി ഇതാ അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിടാം. അതവിടെ കിടക്കുന്ന സമയം കൊണ്ടേ നമുക്ക് ലഞ്ച് പ്രിപ്പറേഷനുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ? ഇന്ന് ലഞ്ചിന് ഒരു സിമ്പിൾ വെള്ളരിക്കക്കറിയും ക്യാബേജ് ക്യാരറ്റ് ഉപ്പേരിയും ഒരു ചിക്കൻ ഫ്രൈയും. വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ വെള്ളരിക്ക മോരൊഴിച്ച് വെച്ച കറിയാണ്. അതിതാ ഇങ്ങനെ ഒരു മൺചട്ടിയിലൊക്കെ ഇട്ട് വെക്കുന്നത് ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണല്ലേ? ചില ഞായറാഴ്ചകളിൽ ജോലി എളുപ്പാക്കാൻ വേണ്ടി ബിരിയാണിയോ നെയ്ച്ചോറോ അല്ലെങ്കിൽ മന്തിയോ ഒക്കെ ചെയ്യാറുണ്ട്. അതാവുമ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. പക്ഷേ അധികവും ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാനാണ് തോന്നാറ് കേട്ടോ. ഇങ്ങനെ നാടൻ കറികളോ അതിലേക്കൊരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ ഉണ്ടെങ്കിൽ ഹാപ്പിയായി. ഞങ്ങളിവിടെ ഫിഷിൻ്റെ ആരാധകർ വളരെ കുറവാണേ. അതുകൊണ്ട് തന്നെ മീൻകറി മീൻ വറുത്തതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാവാറുള്ളൂ കിച്ചണിൽ. ഇവിടെ കുട്ടികൾക്ക് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണെങ്കിലും അതിനേക്കാളും ഇഷ്ടം ഈ ഒരു സാദാ ചോറ്, ഇതുപോലത്തെ കറികൾ, ഉപ്പേരികൾ. ഇനി വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡബിൾ ഹാപ്പിയാണ്. കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുന്നതും ഇങ്ങനെ എന്തെങ്കിലും തന്നെ ആയിരിക്കും കേട്ടോ. സാദാ ചോറ്, ചമ്മന്തിയോ അച്ചാറോ അല്ലെങ്കിൽ ഉപ്പേരി, വഴുതനങ്ങ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്തത്, സോയാബീൻ വളരെ റയറായിട്ട് ഞാൻ കൊടുത്തയക്കാറുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണ് അവർക്കിഷ്ടം. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതും അതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ രാത്രി ഡിന്നറാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സമയമെടുത്തിട്ട് തന്നെ ഈവനിങ്ങിലുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കാനും കഴിക്കാനും ശ്രമിക്കാറുണ്ട്. ഇനി ഇതാ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ സ്പെഷ്യൽ മാരിനേഷനൊന്നുമല്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, തൈര്, ഉപ്പ് അങ്ങനെയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളൊരു നോർമൽ ചിക്കൻ ഫ്രൈ. കുട്ടികൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഞാനിവിടെ ചിക്കൻ്റെ കളർ യൂസ് ചെയ്യാറില്ല. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് വീണ്ടും കിച്ചണിൽ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് ആ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കും വിശക്കുന്നുണ്ടാവും, എനിക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴേ ഈ കാസ്റ്റ് അയണിൻ്റെ ചട്ടിയിൽ വറുക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല ക്രിസ്പിയായി കിട്ടും. അതുപോലെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ആ ചൂടുള്ള എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ ഒന്ന് അപ്ലിഫ്റ്റഡ് ആയ പോലെ തോന്നും. എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം അല്ലേ? ഒരു നാടൻ ലഞ്ച്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഈ ഒഴിവുള്ള ദിവസങ്ങളിൽ ഞാൻ വേഗം എൻ്റെ റൂമിലെത്തും. ഉച്ചയ്ക്ക് ഉറങ്ങാനല്ല കേട്ടോ, അങ്ങനെ ശീലം എനിക്കില്ല. ആ സമയത്താണ് ഞാനിപ്പോൾ വായിക്കാറുള്ളത്. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് മേരി സാറയുടെ മണവാട്ടി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് ഓൾമോസ്റ്റ് എൻ്റെ വായിച്ച് തീർന്നിട്ടുണ്ട്. ഞാനിതിനെക്കുറിച്ച് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കണേ, പ്രത്യേകിച്ച് ലേഡീസ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് എനിക്കൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ സമയമൊന്നും അങ്ങനെ കിടക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നത് വഴി എനിക്കൊരു ഷോപ്പിങ്ങിന് കയറാനുണ്ടായിരുന്നു. നെസ്റ്റോയിലാണ് കയറിയത്. ഇവിടെ നിന്ന് അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്താനുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ആദ്യം ഓടിയെത്തിയത് എന്നത്തെയും പോലെ തന്നെ ക്രോക്കറികൾ വെച്ചിട്ടുള്ള ഏരിയയിലാണ്. എനിക്കെന്തോ ഈ പുസ്തകങ്ങളോടും ക്രോക്കറീസിനോടും വല്ലാത്തൊരു ആരാധനയാണ്. ആദ്യമൊക്കെ ഡ്രസ്സുകളോട് അങ്ങനെ ആരാധന ഉണ്ടായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, ഈ ക്രോക്കറീസ്, പ്രത്യേകിച്ച് ഈ എസ്തെറ്റിക് വൈബുള്ള ക്യൂട്ടായിട്ടുള്ള ക്രോക്കറീസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ളതും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പുസ്തകങ്ങൾ. ഞാൻ എന്നെ അറിയുന്നവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ക്രോക്കറീസും പുസ്തകങ്ങളും തന്നാൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തത്,
ഇതിന് ശേഷം ഈവനിങ് എന്തൊക്കെയാണ്, എൻ്റെ ഈവനിങ് റുട്ടീൻസ് എന്തൊക്കെയാണെന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാമേ.